ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസ് നിറങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നാളെ ഓശാന പെരുന്നാൾ നമ്മൾ കേരളത്തിൽ പല പല നാടുകളിൽ, കേരളത്തിൻ്റെ പല പല ജില്ലകളിൽ ഓശാനയ്ക്ക് തലേദിവസം കൊഴുക്കട്ട് പെരുന്നാൾ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഒരു പെരുന്നാളുണ്ട് കേട്ടോ. അപ്പോൾ കാസർഗോഡേക്കൊക്കെ അത് കുറവാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ എനിക്കൊരാഗ്രഹം, നാളെ ഓശാനയ്ക്ക് തലേദിവസം ഇന്ന് ഒരു കൊഴുക്കട്ട ഉണ്ടാക്കണം എനിക്കൊരാഗ്രഹം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണും എന്ന് വിശ്വസിക്കുന്നു. കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. താങ്ക് യു. ഞാൻ കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ നല്ല അരിപ്പൊടി, 2 ഗ്ലാസ് അരിപ്പൊടി, അതിനകത്ത് കുറച്ച് എണ്ണ ഞാൻ ചെറിയ രീതിയിൽ ഡ്രോപ്സ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ ശർക്കരയും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ ഏലക്ക ചതച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഇതുണ്ട്, ഇവിടെയായിട്ട് നമ്മുടെ മറ്റേ ആ സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ പേര് മറന്നുപോയല്ലോ, നമ്മുടെ ജിഞ്ചറിൻ്റെ പൗഡർ, ചുക്ക് ഞാൻ ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട്, ചെറിയ രീതിയിൽ. ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര കുത്തലായിരിക്കും. പിന്നെ നമ്മുടെ ഇച്ചിരി ജീരകവെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ തേങ്ങായും കേട്ടോ. ഇത്തിരി ഉപ്പ് ഞാൻ ഓൾറെഡി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഈ ചൂടുവെള്ളം കുറച്ചായിട്ടാണ് ഇതിനകത്തോട്ട് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ വെള്ളത്തിൽ ജീരകം ഡയറക്റ്റ് പൊടിക്കാത്തൊരു ഡയറക്റ്റ് ഇടാത്തതുകൊണ്ട് വെള്ളത്തിലാകുമ്പോഴത്തേക്കും അതിൻ്റെ നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ വരുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ നാടുകളിലേക്ക് കൊഴുക്കട്ട പെരുന്നാൾ കുറവാണ് കേട്ടോ. പക്ഷേ കൊഴുക്കട്ടയൊക്കെ മമ്മി ഉണ്ടാക്കി പണ്ട് തരാറുണ്ട്. ഇപ്പോഴും അവധിക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു പെരുന്നാൾ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട്ടിലേക്കും കൊഴുക്കട്ട പെരുന്നാൾ ഉള്ളതായിട്ട് എനിക്കൊരു അറിവില്ല. അപ്പം നിങ്ങളുടെയൊക്കെ നാടുകളിലേക്ക് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. പിന്നെ നേഴ്സിംഗ് ഒക്കെ പഠിക്കാൻ പോയതിന് ശേഷമാണ് ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്നത് കേട്ടോ. പിന്നെ അതിന് ശേഷം ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെയൊക്കെ പള്ളിയിലൊക്കെ വിളിച്ച് പറഞ്ഞപ്പം എനിക്കൊരാഗ്രഹം, എനിക്കൊരു കൊഴുക്കട്ട ഉണ്ടാക്കണമെന്ന്. നമ്മുടെ മാവ് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പുറകിലൊരു കഥയുണ്ട് കേട്ടോ. ഞാൻ എപ്പോൾ ഉണ്ടാക്കിയിരുന്നങ്ങ് ശരിയാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ കെയർഫുള്ളായിട്ടാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ, ഈ നമ്മുടെ ശർക്കരക്കകത്തോട്ട് നമ്മുടെ തേങ്ങ എല്ലാം കൂടെ മിക്സ് ചെയ്യാവേ. അപ്പോൾ കഥ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഒരു 3-4 മാസം മുന്നേ ഞാനുണ്ടല്ലോ ഈ സംഭവം ഒന്ന് പയറ്റി നോക്കി കേട്ടോ. അപ്പോൾ അന്ന് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട്, ഒരു ചേട്ടനും ചേച്ചിയും വീട്ടിൽ വന്നു. അപ്പം ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ഉണ്ടല്ലോ, ഒന്നും പറയണ്ട, ഞാൻ അവർക്ക് ഭയങ്കര കാര്യമായിട്ട് അങ്ങ് ഇത് കൊടുത്തു കേട്ടോ. ഇത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ, ആ ചേച്ചി നല്ല കുക്കാണ് കേട്ടോ. ഭയങ്കര അടിപൊളി കുക്കാണ് പുള്ളിക്കാരി. അപ്പോൾ ആ ചേച്ചി ഉണ്ടല്ലോ, ചേച്ചിയും ചേട്ടനും, അയ്യോ അവർ ഒന്നും പറയണ്ട. എൻ്റെ ഈ പറഞ്ഞ കൊഴുക്കട്ട ഉണ്ടല്ലോ, എന്നാ പറയണ്ട, ബോംബ് പോലെ ഭയങ്കര കട്ടിയായിട്ട് എറിഞ്ഞ പൊട്ടിയല്ല, അങ്ങനത്തെ സാധനമായിരുന്നു കേട്ടോ. ഞാൻ തന്നെ കടിച്ചു പറിക്കുന്നതല്ലാതെ ഇവരാരും തൊടുന്നില്ല. ഈ ഒന്നും പറയണ്ട. അതിന് ശേഷം എപ്പോൾ ആ ചേച്ചി ചേട്ടൻ വിളിക്കുമ്പോഴും അതിൻ്റെ പേരിൽ ഇന്ന് കൊഴുക്കട്ടയാണോ എന്നൊക്കെ ചോദിച്ച് എന്നെ കളിയാക്കും കേട്ടോ. തമാശക്കാണേ. അയ്യോ, എനിക്ക് അതിന് ശേഷം ഉണ്ടല്ലോ ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് റിസർച്ച് നടത്തുന്ന ഒരാഗ്രഹമുണ്ട്. പക്ഷേ അതുകൊണ്ട് ഞാനിന്ന് വളരെ കെയർഫുള്ളായിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ അപ്പച്ചമ്പൊക്കെ ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ അപ്പച്ചമ്പിനൊക്കെ ഇതാരവ ഈ പേരിട്ട് അപ്പച്ചമ്പെന്നൊക്കെ. എന്നാണേലും ഈ സംഭവം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതുകൊണ്ട് വല്ലപ്പോഴൊക്കെ ഉപകാരമുണ്ടേ. പിന്നെ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ചു. ഇതാണ്ടേ, ഇതിവിടെ വെള്ളം, അതിൻ്റെ അടി വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു രൂപത്തിൽ ഇത്ര വട്ടത്തിലാണ് എടുക്കുന്നത് കേട്ടോ. ഇത്രയും വലിപ്പത്തിലുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് ഞാൻ റൗണ്ട് ആക്കട്ടെ കേട്ടോ. ഇത് ഒരു കൈ പിടിക്കുന്നതുകൊണ്ട് അങ്ങോട്ട് ശരിയാകുന്നില്ല. ഇതുണ്ടോ, ഇതിങ്ങനെ കുഴിച്ച് ഈ ഒരു ഷേപ്പിലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ നടുക്കോട്ടാണ് ഇത് ഫില്ല് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ശർക്കരയൊക്കെ ഇത് ഫില്ല് ചെയ്തു. ഇനിയിപ്പം ഇത് വട്ടത്തിലാക്കാൻ പോവാണ്. ഇതുണ്ടോ, ഈ ഒരു ഷേപ്പിൽ നന്നായിട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇതിൻ്റെ അകത്തോട്ട്, നമ്മുടെ അപ്പച്ചമ്പിൻ്റെ അകത്തോട്ട് വെക്കാം കേട്ടോ. ഇത് വെച്ചപ്പോൾ തന്നെ അത് ചെറുതായിട്ടൊന്ന് പൊട്ടി. ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതല്ലേ, നമ്മൾ ഇപ്പോൾ എന്നാ പറയണ്ടേ, മെഷീനകത്തൊന്നും അല്ലല്ലോ ഉണ്ടാക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള ചെറിയ കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. നല്ല കറക്റ്റായിട്ടുള്ള ഷേപ്പിലൊന്നും വരത്തില്ല. ചെറിയ നമ്മുടെ കൈയുടെ വിരലിൻ്റെയൊക്കെ ഷേപ്പുകളും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് വരും. അല്ലെങ്കിൽ പിന്നെ
എന്താണ് മെഷീനകത്തൊക്കെ ഉണ്ടാക്കണം അതുപോലെ പെർഫെക്റ്റായിട്ട് വരണമെങ്കിൽ. അവസാനം ഞാനും കോഴിക്കോട്ടയും തമ്മിലൊരു യുദ്ധമുണ്ടായി കേട്ടോ. അവസാനം ഞാൻ എൻ്റെ പൊന്നൊന്നും പറയണ്ട, ഇത് എത്ര ശ്രദ്ധിച്ചുണ്ടാക്കിയാലും ഉണ്ടല്ലോ അതുപോലെ അത്രയും നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കണം. നമ്മൾ എടുക്കുന്ന മാവോ പൊടിയും കാര്യങ്ങളും ഒക്കെ നല്ല അതുപോലെ പെർഫെക്റ്റ് ആയിരിക്കണം കേട്ടോ. അവസാനം ഞാൻ ഒരു രൂപത്തിൽ ഒരു ചെറിയ എന്താണ് പറയേണ്ടത് ഒരു ബോളിൻ്റെ രൂപത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കുണ്ടല്ലോ ഒന്നും പറയണ്ട, അത് അവസാനം ഒരു സ്കെലിറ്റൻ പോലെ ആയി കേട്ടോ ലാസ്റ്റത്തെ ഒരെണ്ണം. എന്നാലും ഞാൻ അതിനെ അങ്ങ് ഒരു തരത്തിൽ അങ്ങോട്ട് സെറ്റാക്കി വെച്ചു. ഇനിയിപ്പോൾ ഉണ്ടായി വരുമ്പോഴത്തേക്ക് എന്താവും അറിയത്തില്ല. ഇനിയിപ്പോൾ ഞാൻ തന്നെ കഴിക്കണമെന്നും അറിയത്തില്ല കേട്ടോ. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാവേ. അപ്പോൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഇതാണ്ട് എൻ്റെ ഉണ്ട, അതായത് എൻ്റെ നാട്ടിൽ ഇതിനെ ഉണ്ടാന്നാണ് പറയുന്നത് കേട്ടോ. കൊഴുക്കട്ട എന്നൊക്കെ കുറവാണ് പറയുന്നത്, ഉണ്ടാന്നും പറയും. ചില നാടുകളിലൊക്കെ അങ്ങനെ പറയുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ കുറേ താമസത്തിന് ശേഷം എൻ്റെയും കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഇതുണ്ടോ, ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ തുറക്കുന്നില്ല. ഉണ്ടോ, നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഇരിക്കട്ടെ കുറച്ച് നേരം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.